ഇപ്പൊ ഇംസോളും സൈക്കിളൊക്കെ ഓട്ടിച്ച് പഠിച്ചിട്ട് അവള് പഠിക്കാൻ വേണ്ടി സ്റ്റഡി റൂമിലേക്ക് ചെല്ലും. അങ്ങനെ അവള് ഫ്യൂച്ചറിൽ നിന്ന് വന്നോണ്ട് ക്വസ്റ്റ്യൻ ഏതൊക്കെ വരുന്ന ആലോചിച്ച് നോക്കുമ്പോഴാണ് മാത്സ് ഉള്ളത് പാടായിരിക്കും എന്ന് പറഞ്ഞ് അവൾ അത് പഠിക്കണ്ടെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തോണ്ടിരിക്കും. അതേസമയം അവളുടെ കൂട്ടുകാരി ഹ്യുൻജെ പഠിക്കണം എന്ന് പറഞ്ഞ് ബുക്ക് ഉറക്കുമ്പോഴാണ് അവിടെ ഇംസോളിന്റെ ചേട്ടന്റെ സ്വപ്നമായിരിക്കും ഫുള്ളും വരുന്നത്. അതോടെ അവളും പെട്ടെന്ന് ബുക്ക് അടച്ചിട്ട് എനിക്കെന്തിനാ ഇവന്റെ ഓർമ്മ വരുന്നെന്ന് പറഞ്ഞ് അവൾ ആ ബെഞ്ചിട്ട് തല അടിച്ചോണ്ടിരിക്കും. അതോടെ ഇംസോളും പേടിച്ചിട്ട് ഇവൾ എന്തോ കാണിക്കുന്നെന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പോഴാണ് നമുക്ക് ഇന്നൊരു ദിവസം മാത്രം പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പുറത്തേക്ക് പോകും. അവരാണ് അവിടേക്ക് ഹായ് മൈ ഡിയർ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ടേസുങ് അവിടേക്ക് വരും. ഇതേ സമയം സുൻജയാണ് ഇംസോളുടെ ചേട്ടൻ പറഞ്ഞ പോലെ ടേസുങ്ങിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലിലേക്ക് ഇടില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അതേപോലത്തെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി അവന്റെ കൂട്ടുകാരനെ വിളിച്ചോണ്ട് കടയിലേക്ക് ചെല്ലും. അപ്പോഴാണ് കൂട്ടുകാരനും ഇവൻ എന്തേലും ഡ്രസ്സ് എടുക്കാൻ ഉദ്ദേശമുണ്ട് അത് ഇവിടുത്തെ സ്റ്റാഫിനോടൊന്നും തുറന്നു പറയില്ലെന്ന് അറിയും. കാരണം അങ്ങനെ പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന പ്രൈസ് ഇവൻ വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ അതും പറഞ്ഞ് അവൻ നടന്നു വരുമ്പോഴാണ് അവിടെ കിം ടേസുങ് ഇടുന്ന ഡ്രസ്സ് കണ്ടിട്ട് ഇവൻ ഇത് മതി പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു പോവും. ഇതോടെ അവിടെ നിന്ന് സ്റ്റാഫും വന്നിട്ട് അവനും വില കൂട്ടി പറയുമ്പോഴാണ് ഇത് കണ്ട് കൂട്ടുകാരനും ഇത്ര സമയം പറഞ്ഞതൊക്കെ ആർക്ക് വേണ്ടിയാന്ന് പറഞ്ഞിട്ട് അവന് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോവും. അതേസമയം ഇവിടെ കിം ടേസുങ്ങും ഇതേ കടയിൽ അവർ രണ്ടുപേരായിട്ട് കറങ്ങാൻ വന്നേക്കും. അപ്പോഴാണ് ഇംസോൾ അവനോട് ദേഷ്യത്തി എടാ കിം ടേസുങ് ഞാൻ ഇന്ന് വന്നത് എന്റെ കൂട്ടുകാരി ഇവിടെ വരണമെന്ന് പറഞ്ഞോണ്ട, അതുകൊണ്ട് ഇനി മേലെ നീ ഇംസോളിനെ ഇതേപോലെ ഒറ്റയ്ക്ക് കറങ്ങാനൊന്നും വിളിക്കല്, മനസ്സിലായല്ലേ എന്നിന് ഇവളും പറയുമ്പം അവനും ശരിയമ്മെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു പറയും. അപ്പോഴാണ് ഇതേ കേട്ട് കൂട്ടുകാരിയും എടി ഇംസോൾ എന്തുവാ ഷോ കാണിക്കുവാണ് നീ, കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട് എന്നിന് അവള് സൈഡിൽ നിന്ന് കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം സുൻജ ഇവനെ പോലെ ഡ്രസ്സ് ഇട്ടോടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇംസോൾ അവനെ കണ്ടിട്ട് അടുത്തേക്ക് ചെല്ലും. ഇതോടെ കിം ടേസുങ് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവന്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് പെട്ടെന്ന് പറഞ്ഞ് അവന് നാണം കെട്ടും. അളിയാ എല്ലാരും നമ്മളെ കണ്ടിട്ട് കപ്പിൾസാന്ന് വിചാരിക്കോ എന്നിന് ഇവരെല്ലാരും കൂടെ പുറത്ത് കറങ്ങാൻ പോകുമ്പോഴാണ് അവിടെ ചുറ്റിരിക്കുന്ന എല്ലാരും ഇവരുടെ നോക്കുമ്പോൾ നിനക്ക് ഡ്രസ്സ് മാറ്റിക്കൂടെ എന്ന് ടേസുങ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും ദേഷ്യത്തി ഞാനിതിനെ മാറ്റുന്നത്, ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചേ ഉള്ളു, നിനക്ക് വേണം നീ മാറ്റിക്കോ എന്നിന് ഇവനും പറയുമ്പം കിം ടേസുങ്ങും ചിരിച്ചിട്ട് ഇവൻ കൊണ്ടുവന്ന ഡ്രിങ്ക്സ് എല്ലാം കൂടെ അവനെടുത്ത് സുൻജയെ ഒരു സെർവന്റിനെ പോലെ ട്രീറ്റ് ചെയ്യും. ഇതോടെ അവനും കട്ടക്കരിപ്പ് അടുത്തേക്ക് ഇരിക്കുമ്പോഴാണ് ഇംസോളും സുൻജന് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് അവനെടുത്ത് കൊടുക്കുമ്പോൾ ഇതോടെ അവനും ടേസുങ്ങിന്റെ ഫ്രണ്ട് ഷോ കാണിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കിം ടേസുങ്ങും എടാ സുൻജെ നിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ട് ലൈക്ക് ഇട്ടല്ലേ, നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നിന് അവനും പറഞ്ഞോണ്ട് ഇംസോളിനെ കെയർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കണ്ട് അവന് നല്ല ജലസാവും. അപ്പോഴാണ് ഇത് കണ്ട് അവളുടെ കൂട്ടുകാരും സഹിക്കാൻ പറ്റാതെ ഞാൻ മാത്രം ഇവിടെ സിംഗിൾ ആയിട്ടിരിക്കണോ, ഇപ്പൊ ഇവനെ സെറ്റാക്കാം എന്നിനെ സുൻജനെ നോക്കി അവന് ഗേൾ ഫ്രണ്ടോന്ന് ചോദിക്കും. ഇതോടെ അവൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് മറ്റൊരു നോക്കി ദേഷ്യത്തിൽ ഡ്രിങ്ക്സ് കുടിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ടേസുങ് അവിടെ നിന്ന് സുൻജയുടെ കൂട്ടുകാരനായിട്ട് പാട്ട് പാടാൻ വേണ്ടി പോകും. പക്ഷെ അവരുടെ ടീമിൽ ആ പാട്ട് പാടുന്ന പയ്യൻ വന്ന് കാണത്തില്ല. അപ്പോഴാണ് ഇവർക്കൊരു ഐഡിയ കിട്ടുന്നത് സിംഗറായിട്ട് സുൻജയെ വിളിക്കാന്ന്. അതേസമയം സുൻജയെ ഇംസോളിനെ വിളിച്ചോണ്ട് ഇവിടെ വരെ വന്നിട്ട് അവൻ കാണാതായി കാണും. അതോടെ അവളും അവൻ എവിടെ പോയി അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ സ്റ്റേജിൽ അവനും പാട്ട് പാടാൻ വേണ്ടി വന്നിരിക്കുന്ന കാണുന്നത്. ഇതോടെ അവള് ഷോക്കായിരിക്കുമ്പോഴാണ് അവന്മാരെല്ലാരും കൂടെ അവന്മാരുടെ ബാൻഡിന്റെ പേര് എക്ലിപ്സ് എന്ന് പറഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇവിടെ നിന്നായിരിക്കും അവന്റെ ഫ്യൂച്ചർ സ്റ്റാർട്ട് ആവുന്നതെന്ന്. അതുകൊണ്ട് ഇവന്റെ ഫ്യൂച്ചർ തടയാൻ പറ്റാത്തത് ഇവളും വിഷമിച്ചിരിക്കുമ്പം പെർഫോമൻസും കഴിഞ്ഞിട്ട് ഇതിനുമ്പ് സുൻജയെ മീറ്റ് ചെയ്ത ആ വ്യക്തി വീണ്ടും അയാളുടെ വിസിറ്റിംഗ് കാർഡായിട്ട് അവനായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇത് കണ്ട് ഇംസോളും പെട്ടെന്ന് അവനെ ചെന്ന് തടയാൻ നോക്കുമ്പം ഇവൾ ആ കൂട്ടത്തിന്റെ ഇടയിൽ തന്നെ അടിച്ചു വീഴും. ഇത് കണ്ട് ടേസുങ് അവളെന്ന് സംരക്ഷിക്കുമ്പോഴാണ് അവളാണ് സുൻജ എവിടെ പോയെന്നറിയാതെ അവനെ ഫോളോ ചെയ്തു പോകും. അങ്ങനെ അന്ന് രാത്രി അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഇവള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവന് സന്തോഷത്തി ഇവന് വേണ്ടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അടുത്തേക്ക് ചെല്ലും. ഇതോടെ ഇവളും പെട്ടെന്ന് ടെൻഷനായി ഇവനെ വീണ്ടും ഓഡിഷന് പങ്കെടുപ്പിക്കാന്ന് പറഞ്ഞ് ആരെങ്കിലും വിസിറ്റിംഗ് കാർഡ് തന്നോന്ന് ചോദിക്കും. ഇത് കേട്ട് അവന് ഷോക്കായി. ഈ കാര്യം എങ്ങനെ ഇവൾക്കറിയാൻ ചോദിക്കുമ്പോഴാണ് അവൾ ഇതേപോലെ കുറെ ഫേക്കായിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവനെ അത് ചേരാതിരിക്കാൻ വേണ്ടി പറയും. ഇതോടെ അവനും ഞാനെന്തോ കൊച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് ബാക്കിൽ തിരിഞ്ഞിരുന്ന് ഇവനെ കുറിച്ച് കെയർ ചെയ്യുന്ന ആലോചിച്ച് അവ സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. അതിനുശേഷം അവനൊരു ഗിഫ്റ്റ് ആയിട്ട് അവൾക്കൊരു പുതിയ ഫോം വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൻ ഈ ഫോം വാങ്ങിക്കാൻ വേണ്ടിയ ആ പെർഫോമൻസിൽ പങ്കെടുത്തേന്ന്. അതോടെ അവളും ദേഷ്യത്തി ഈ ഫോം വാങ്ങിക്കാൻ വേണ്ടിയാണ് പാട്ടോടാൻ പോയെന്ന് അവനോട് ദേഷ്യപ്പെടുമ്പോഴാണ് അവനും ഇവളുടെ ഫോം കളഞ്ഞു പോയതുകൊണ്ട് അവന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ആ പൈസക്ക് വാങ്ങിച്ചെന്ന് അറിയും. ഇതോടെ അവൾക്ക് മൊത്തം ദേഷ്യം വന്നിട്ട് എനിക്ക് വേണ്ടി എന്തിനാ പാടാനൊക്കെ പോയെന്ന് പറഞ്ഞ് അവനോട് നല്ല ദേഷ്യത്തിലാവും. അങ്ങനെ അവസാനം അവളും മറ്റുള്ളവരെ കുറിച്ചൊന്നും ആലോചിക്കാതെ അവനെ കുറിച്ച് മാത്രം ആലോചിച്ചെന്ന് പറഞ്ഞ് അവനെ അഡ്വൈസ് ചെയ്യുമ്പോഴാണ് ഇതോടെ അവനും കലിപ്പ് വന്നിട്ട് അപ്പൊ നീ പറയുന്ന ഞാൻ നിന്നെ കുറിച്ചൊന്നും ആലോചിക്കാതെ സെൽഫിഷ് ആയിട്ട് ഇരിക്കണം എന്നല്ലേ, എങ്കിൽ പിന്നെ ഇനി തൊട്ട് ഞാൻ എന്നെ കുറിച്ച് മാത്രം ആലോചിച്ചോളാം എന്നിന് അവന് റൂമിലേക്ക് ചെന്നിട്ട് ഇവള് സംസാരിച്ച് കുറെ ആലോചിച്ച് വെക്കും. കാരണം അവൾ എങ്ങനെയൊക്കെ ഇവന്റെ ഫ്യൂച്ചർ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ ഇവള് കാരണം അവൻ പാട്ട് പാടാനൊക്കെ തുടങ്ങിയത് ആലോചിച്ച് വീണ്ടും ഫ്യൂച്ചർ പഴയതൊരു മാറുമെന്ന് അവൾ
പേടിച്ചു പോകും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം അവള് സ്കൂളിലേക്ക് പാട്ട് ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഇതിനു മുമ്പ് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നടന്ന കാര്യമൊക്കെ വീണ്ടും പ്ലേ ആകും. ഇതോടെ അവളും ഈ റെക്കോർഡിംഗ് ഇതൊരു പോയില്ലെന്ന് പറഞ്ഞ് അവള് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് ഇവള് റോഡ് ക്രോസ് ചെയ്യാമെന്ന സമയം നോക്കി സുൻജി ഇവളുടെ ഫ്രണ്ട് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യും. കാരണം ഇവൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പേടിയാന്ന് അവനറിയാം. അതോടെ അവളും പെട്ടെന്ന് അത് ആരാന്ന് നോക്കുമ്പോഴാണ് സുൻജി അവൾ തിരിഞ്ഞു നോക്കുന്നത്. അപ്പനാണ് അതേസമയം ആ റെക്കോർഡിംഗിന്റെ അവസാന ഭാഗം അവൻ അവൾ ഇഷ്ടമെന്ന് പറഞ്ഞ കാര്യമൊക്കെ ഇവള് കേൾക്കുന്നത്. ഇത് കേട്ട് അവള് സെക്കൻഡ് സ്തംഭിച്ചിരിക്കുമ്പോൾ ഇവൻ ആ സമയം തന്നെ അവളോട് സംസാരിക്കാൻ തുടങ്ങും. ഹിംസോൾ, ഇന്നലെ നിന്നോട് പറഞ്ഞില്ല ഞാൻ ആരെയെ കുറിച്ച് ആലോചിക്കാതെ സെൽഫിഷ് ആയിട്ടിരിക്കാൻ. എങ്കിൽ പിന്നെ നീ കിം ടേസുങ്ങിനെ ബ്രേക്കപ്പ് ചെയ്, അതാണ് എന്റെ ആഗ്രഹം എന്നിന് അവൻ പറഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ ഇവൻ എന്തിന് എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഷോക്കി അപ്പൊ തന്നെ വീട്ടിലേക്ക് ചെല്ലും. അതേസമയം ഇപ്പൊ കിം ടേസുങ്ങിനെ കാണിക്കുവാണ്. ഇന്ന് രാവിലെ സ്കൂളിൽ വെച്ച് ഇവന്റെ പുറകെ നടക്കുന്ന പെങ്കൊച്ച് ഹിംസോളിനെ അടിക്കാൻ വന്നപ്പം അവളും ദേഷ്യത്തി അവനെ ചെന്ന് മീറ്റ് ചെയ്താണ്. അങ്ങനെ ഇവൾക്ക് തരുന്ന അടിയൊക്കെ ഇവന് തിരിച്ചു കൊടുത്തിട്ട് അപ്പോ ഇവൾ മാറത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ നീ ഹിംസോളിനെ ഇഷ്ടപ്പെടുന്നല്ലേ, അല്ല സത്യത്തിൽ നിനക്ക് അവൾ ഇഷ്ടമല്ല. ഇനി ഞാൻ വല്ലം നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് പിന്നെ പുറകെ വന്നാലും നീ ഒരിക്കലും എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല, നമ്മൾ തമ്മിൽ ഇതോടെ കഴിഞ്ഞ് എന്നിന് അവള് വാൺ ചെയ്തിട്ട് പോയി കാണും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി അവൻ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവന്റെ കൂട്ടുകാരനെ വെട്ടിവെളിക്കൊണ്ടിരിക്കും. അപ്പനാണ് ടേസുങ്ങും എടാ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നത്, പക്ഷെ അതെങ്ങനെ പറയണമെന്ന് അറിയാൻ വയ്യ, കാരണം എനിക്ക് ഈ തലവേദന എടുക്കുന്നത് എന്നിന് ഇവനും പറയുമ്പോഴാണ് മറ്റൊരൊന്നും മനസ്സിലാവാതെ എടാ നിനക്ക് തലവേദന എടുത്ത് എങ്ങനെയാണ് നെഞ്ചുവേദന എടുക്കുന്നത്, ഇനിയിപ്പോ രാവിലെ ഇംസോൾ നിന്നെ ബ്രേക്കപ്പ് ചെയ്തോണ്ട് ആ സങ്കടത്തിൽ നിനക്ക് ഇതൊക്കെ ഫീൽ ചെയ്യണോ എന്നിന് അവന് ടേസുങ്ങിനെ കളിയായിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ സുൻജയെ അവള് വീണ്ടും പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ കൂട്ടുകാരനോട് പറയുമ്പം ഇത് കേട്ട് അവനും ദേഷ്യത്തി എടാ നിനക്ക് അവൾ ഇഷ്ടമെന്ന് പറഞ്ഞേക്ക് ഓക്കെയാ, പക്ഷെ കിം ടേസുവിനെ ബ്രേക്കപ്പ് ചെയ്യാൻ പറയാൻ നീ ആരാളാ, അതൊക്കെ എന്തായാലും നീ അവളോട് പറഞ്ഞ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് സുൻജയും എടാ പിന്നെ ഞാൻ എന്തോ പറയാനാ, അവള് വേറൊരുത്തനെ ഡേറ്റ് ചെയ്യുന്ന ഞാൻ വാങ്ങി നോക്കിക്കൊണ്ടിരിക്കാനോ, നീ ഇപ്പൊ ഞാൻ എന്തോ ചെയ്യാനാ എന്നിന് ഇവരുണ്ട് സംസാരിച്ചോണ്ട് വരുമ്പോഴാണ് അതേ സ്ഥലത്ത് കിം ടേസുങ് അവന്റെ ഫ്രണ്ടായിട്ട് ഇംസലിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അവനും ടേസുങ്ങിനെ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഒപ്പിച്ചേരട്ടെന്ന് പറഞ്ഞ് അവന്മാർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട് സുൻജയും ദേഷ്യത്തി ഇംസോളിനെ ചതിക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തെ അടിക്കാൻ വേണ്ടി പോകും. ഇത് കണ്ട് കൂട്ടുകാരും തടയുമ്പോഴാണ് അതേസമയം അവനും പറയും എങ്കിൽ പിന്നെ മറന്നേക്ക്, ഇംസോൾ ഇപ്പൊ തന്നെ ബ്രേക്കപ്പ് ചെയ്തല്ലേ ഉള്ളു, നമുക്ക് പിന്നെ നോക്കാം എന്നിന് അവനും പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് സുൻജ ഇവന്മാർ അടിക്കുന്ന പോലെ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇംസോൾ ഇവനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്ന അറിഞ്ഞ ഉടനെ പെട്ടെന്ന് സുൻജ അവനെ ഹഗ് ചെയ്യും. എടാ പോട്ടറാ നിന്നെ കൊണ്ട് വേറെ ഗേൾ ഫ്രണ്ട് കൊപ്പിക്കാൻ പറ്റും, ഫൈറ്റിംഗ് എന്നിന് അവനും ചിയർ ചെയ്തിട്ട് അങ്ങ് പോകും. കാരണം അവനിപ്പോ സമാധാനായി, ഇപ്പൊ ഇവരുടെ ലവേഴ്സ് അല്ലെന്ന്. അങ്ങനെ ആ സന്തോഷത്തിൽ അവന് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഇംസോൾ പുറത്തുനിന്ന് കരഞ്ഞോണ്ടിരിക്കും. കാരണം അകത്ത് അവളുടെ അമ്മൂമ്മയായിട്ട് അവള് ഉള്ളി അരിഞ്ഞോണ്ടിരുന്ന ഇതറിയാതെ ഇവൻ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ ബ്രേക്കപ്പ് ആയതുകൊണ്ട് പൊട്ടിക്കരയാന്ന് പറഞ്ഞ് അവളെ സമാനപ്പെടുത്താൻ നോക്കും. എന്തിനാ ഇപ്പൊ നീ ഇങ്ങനെ കരയുന്നത്, ആ ഒന്നിനും കൊള്ളാത്തന്നെ ബ്രേക്കപ്പ് ചെയ്തോണ്ടാണോ എന്നിന് അവനും ദേഷ്യപ്പെടുമ്പോഴാണ് ഇത് കേട്ട് അവളും എന്തുവാണ് നീ പറയുന്നത്, ഞാൻ കരയുന്ന ഉള്ളി കാരണോ എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും ഉള്ളിയോ, നീ ആ കിം ടേസുങ്ങിന് ഉള്ളി എന്നൊക്കെ വിളിക്കോ, നിങ്ങൾ തമ്മിൽ വിളിപ്പേരൊക്കെ ഉണ്ടല്ലേ, നിനക്ക് വിഷമമുണ്ടെങ്കിൽ ഞാനുണ്ട് നിന്റെ കൂടെ, ഇങ്ങനെ വെറുതെ ഡ്രിങ്ക്സ് അടിച്ച് നീ സമാധാനപ്പെടാതെ എന്നിന് ഇവന് അവളുടെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങി ചോദിക്കുമ്പോഴാണ് അവളത് കണ്ടിട്ട് എടാ ഇത് ഡ്രിങ്ക്സ് ഒന്നുമല്ല, ഇത് വീട്ടിൽ പാചകം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാടാ എന്നിന് അവൾ അവനായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവിടേക്ക് ഒരു ഇംസോളിന്റെ ചേട്ടനും ഇത് കണ്ട് ദേഷ്യപ്പെടും. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അനിയത്തായിട്ട് അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും എന്നിനെ ചേട്ടൻ ഓടിച്ചെന്ന് അവൻ ഒറ്റൊരു ചവിട്ടി തറയിലാക്കും. അതിനെ ശിവരും അവനെ എടുത്തോണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അമ്മുമ്മയും ചേട്ടനോട് ചോദിക്കും എടാ അവനെ ചെന്ന് ഹോസ്പിറ്റലിലാക്കാത്തത് എന്തിനാ വീട്ടിലേക്ക് വിളിച്ചോണ്ടെന്ന്. ഓ അമ്മുമ്മേ ഞാൻ അടിച്ചതുകൊണ്ടെന്നെല്ലാം ബോധം കെട്ട് വീന്ന്, ഇവള് വാങ്ങിച്ചോണ്ടെന്ന വൈൻ 2-3 തുള്ളി അവൻ അറിയാതെ കുടിച്ചുപോയി, അത് കാരണം ബോധം കെട്ട് കിടക്കുന്നത് ഹോസ്പിറ്റലിൽ. ഇതിന് ഇംസോൾ സത്യം പറ ഇവന് കുറച്ച് തലയ്ക്ക് പ്രശ്നമില്ല എന്നിന് ചേട്ടനെ ആക്കുമ്പോഴാണ് അവളും ദേഷ്യത്തി ഒന്നും മിണ്ടായിരിക്കും, നീ ചവിട്ടിയിട്ടതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ച, അവനെ 2-3 തുള്ളി വൈൻ പോലും സഹിക്കാൻ പറ്റുന്നില്ല എന്നിന് അവൾ അവൻ നല്ല രീതിക്ക് ഉറങ്ങാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ടേബിൾ ഫാൻ കൊണ്ടുവന്ന് വെക്കും. അതിനുശേഷം അവളും അവനെ തന്നെ നോക്കിക്കൊണ്ട് സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവള് ഷോക്കായിട്ട് ഇനിയിപ്പോ ഇവ മരിച്ചോന്നറിയാൻ വേണ്ടി അവന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം അവന് ഉറക്കത്തിരുന്ന് അവന്റെ കൈയെടുത്ത് അവളുടെ മുകളിൽ വെക്കുന്നത്. ഇതോടെ അവളും പെട്ടെന്ന് ഇവ ഉറക്കത്തിന്ന് എഴുന്നേക്കാൻ പോകുന്ന അറിഞ്ഞിട്ട് കട്ടിലിന്റെ താഴെ ചെന്ന് ഒളിഞ്ഞിരിക്കും. അങ്ങനെ അവനും ബോധം തെളിഞ്ഞ് ഞാനിപ്പോ എവിടാന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ നോക്കുമ്പോഴാണ് ബെഡിന്റെ താഴെ ഇംസോളിന്റെ മുടി കാണുന്നത്. ഇതോടെ അവനും പേടിച്ച് പിന്നോട്ട് പറയുമ്പോഴാണ് ഇവൾ അടുത്തേക്ക് വന്നിട്ട് അവനോട് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ പറയും. അങ്ങനെ ഇവരുടെ പരസ്പര ശൈയായി നോക്കിക്കൊണ്ടിരിക്കുമ്പം അതേസമയം ചേട്ടന് റൂമിലേക്ക് വരാൻ നോക്കും. ഇത് കണ്ട് അവന് ബെഡ്ഷീറ്റ് എടുത്ത് അവൾ മറച്ചു വയ്ക്കുമ്പോഴാണ് ചേട്ടൻ അകത്തേക്ക് കയറി എന്നിട്ട് ഇവനെന്താ ബെഡിൽ നിന്ന് ഉരുണ്ട് വീണോ, എന്തായാലും എനിക്ക് കിടക്കാൻ ബെഡ് കിട്ടി എന്നിട്ട് ചേട്ടന് മുകളിൽ ചെന്ന് കിടന്നിട്ട് അവന്റെ അടുത്ത് നിന്ന് ബെഡ്ഷീറ്റ് എടുക്കാൻ നോക്കുമ്പോഴാണ് അവനും തരാതെ സ്ട്രോങ് ആയിട്ട് പിടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ചേട്ടനും ഇവന് ഉറക്കത്ത് ഇത്രയ്ക്ക് സ്ട്രോങ്ങോ, എടുക്കണം എന്റെ ബെഡ്ഷീറ്റ് മനുഷ്യന് തണുത്തിട്ടോയ എന്നിട്ട് ചേട്ടന് ബെഡ്ഷീറ്റ് എടുക്കാൻ പറ്റാത്തോണ്ട് ഫാൻ ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങും. അതിനുശേഷം അവളും പതിയെ പുറത്തേക്ക് വന്നിട്ട് ചേട്ടൻ ഉറങ്ങിയെന്ന് അവന്റെ അടുത്തൊന്നും ചോദിക്കുമ്പോഴാണ് അവന് റൊമാൻറ്റിക് ആയിട്ട് അവള് ക്ലോസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്, നിങ്ങൾ എന്തുവാണ് ഈ കാണിക്കുന്നത്
എന്നിന് ചേട്ടൻ ഇവരെ കണ്ടതോടെ പെട്ടെന്ന് രണ്ടുപേരും ഉറങ്ങുന്ന പോലെ ആക്ഷൻ കാണിക്കും. അയ്യോ ഞാനെന്ത് ഇവിടെ ചെയ്യുന്നത്, ഞാൻ എന്റെ റൂമിലല്ലേ കടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അവൾ ആക്ടിങ് ചെയ്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുമ്പോഴാണ് ചേട്ടന് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ചീപ്പായിട്ടുള്ള ആക്ടിങ് എന്റെ അടുത്ത് ഇറക്കുമെന്ന് പറഞ്ഞ് അവൾ അടിക്കാൻ വേണ്ടി പോകും. ഇതോടെ സുൻജി ചേട്ടനെ പിടിച്ച് തടഞ്ഞു നിർത്തും. അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.